നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വരവൂർ പഞ്ചായത്തിൽ ഇ ഡി റെയ്ഡ്. സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂരിൽ ഇ ഡി എത്തിയത്. വരവൂർ കുന്നത്ത് പീടികയിൽ അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. കണ്ണൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് ഉണ്ടായത്. കണ്ണൂർ അർബൻ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമായ എനി ടൈം മണി എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ കെ എം ഗഫൂർ മറ്റ് നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിലും പ്രതിയാണ്. എറണാകുളത്ത് നിന്നെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് വരവൂരിലെ ഗഫൂറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. രാവിലെ 7 മണിയോടുകൂടിയാണ് റെയ്ഡ് ആരംഭിച്ചത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2022 അവാർഡ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിൽ ഇടം പിടിച്ച് ആനക്കര സ്വദേശിയും മുണ്ട്രക്കോട് സ്വദേശി തെക്കൻ പുരയ്ക്കൽ എം മോഹനാണ് അവാർഡിന് അർഹനായത്. 4.5 പതിറ്റാണ്ടിലേറെയായി കേരളത്തിനകത്തും പുറത്തും പറയൻതിറ, പൂതൻ കരിങ്കാളി, തീകാളി, പന്തക്കാളി, ക്ഷേത്രപാലനാട്ടം, മലവാഴിയാട്ടം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് ആനക്കര മുണ്ട്രക്കോട് സ്വദേശി 59-കാരൻ മോഹനൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായത്. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോഹനൻ പറഞ്ഞു. ഒപ്പം ഇത്തരത്തിലുള്ള നാടൻ കലകളെ സംരക്ഷിക്കുവാനും പിന്തുണ നൽകുവാനും പുനരുദ്ധരിക്കുവാനും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും മോഹനൻ പങ്കുവച്ചു. തൃത്താല വൈദ്യുതി ഓഫീസിൽ നിന്നും ഓവർസിയറായി വിരമിച്ച ഇദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിനിടയിലും പരമ്പരാഗത അനുഷ്ഠാന കലകളെ കൈവിടാതെ മുറുകെ പിടിച്ചതിനുള്ള അംഗീകാരം കൂടിയാണ് ഇത്. നാടൻ കലാരൂപങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനായിട്ടുള്ളതാണ് ഒരു പുരസ്കാരം ലഭിച്ചുള്ളത്. നാടൻ കലകളിൽ ഒരുപാട് വർഷമായിട്ട് കുട്ടിക്കാലം മുതലെന്ന് പറയാം. ഞങ്ങൾ ഈ സമുദായത്തിൽ തന്നെ അങ്ങനെയാണ്. കുട്ടിക്കാലം മുതലേ ഇതിൻ്റെ ഒപ്പം നടന്നുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. പിന്നെ അതിനിപ്പോൾ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പോവാത്തത്. എല്ലാം പോകാറുണ്ട്. കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ. ഈ നാടൻ കലകളായിട്ട് മെയിനായിട്ട് പറയന്തറ, പിന്നെ ക്ഷേത്രപാലനാട്ടം, കരിങ്കാളി, പന്തക്കാളി, പിന്നെ മലവായിയാട്ടം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അത് ഒരുപാട് കൊല്ലമായിട്ടിപ്പോൾ പൊറ്റമ്മൽ ഞങ്ങളാണിപ്പോൾ പൂരം നടത്തുന്നത്. അതിൻ്റെ കീഴ്ക്കാവിലെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇല്ല, ഈ പ്രാവശ്യമാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. ഇതുവരെ കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. ഈ പോയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഒരുപാട് കാലം മുന്നേ എനിക്ക് ജോലി കിട്ടണമെന്നതിൻ്റെ മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിലുണ്ട്. അത് ഇതുവരെ കേടുവരാതെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുനടന്നിട്ട് ഇപ്പോഴാണ് അതിനൊരു ഉപകാരം ഉണ്ടായതും ഇങ്ങനെ ഒരു കൊടുക്കാനൊരു അവസരം ഉണ്ടായതും. പട്ടാമ്പി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി മണ്ഡലം തല നവകേരള സദസ്സിലും ഓൺലൈൻ മുഖേനയും റേഷൻ കാർഡ് തരം മാറ്റുന്നതിനായി ലഭിച്ച അപേക്ഷകളിൽ നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഏറ്റവും അർഹമായ കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്തത്. 77ഓളം പേർക്കാണ് നിലവിൽ മുൻഗണനാ കാർഡ് അനുവദിച്ചിട്ടുള്ളത്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരായ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വളരെയധികം സാധാരണക്കാരായ ആളുകളാണ് ഈ കൂടുതൽ. അതുകൊണ്ട് തന്നെ BPL കാർഡ് നമുക്ക് ഒരു ചികിത്സയ്ക്ക് വേണമെങ്കിലായാലും മറ്റെന്തിനു വേണമെങ്കിലായാലും നമുക്കൊരു BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. പലരും എന്നെ സമീപിക്കുമ്പോൾ പറയുന്നത് എന്നെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന്. കാരണം അവർക്ക് ഒരു ചികിത്സയ്ക്ക് പോകുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് പലവിധ ആനുകൂല്യമാണ് BPL ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ ലഭിക്കാൻ പോകുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ എല്ലാ പരാതികളും സ്വീകരിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ BPL കാർഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ എല്ലാ നമുക്ക് ലഭിച്ച അപേക്ഷകളിലും നമുക്ക് ഒരു പരിധി വരെ അതിന്റെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചത്. ഇനിയും കൂടുതൽ പരിഹാരങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ എല്ലാ പരിഹാര മാർഗങ്ങളും അതിനെല്ലാവിധ രേഖകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് DPLS ഉൾപ്പെടുത്തിക്കൊണ്ട് 25ഓളം കാർഡുകളാണ് വിതരണം ചെയ്തത്. 25 കാർഡ് 25 കുടുംബങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് വെറും ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക് മാത്രമല്ല എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. മുർദല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, ടി സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ,
വി രമണി, താലൂക്ക് സപ്ലൈ ഓഫീസർ ടി ഷീജ, റേഷനിംഗ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. പത്മശ്രീ ശിവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി അധ്യക്ഷത വഹിച്ചു. തുള്ളൽ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന മുതിർന്ന കലോപയോക്താക്കൾക്കുള്ള കേശവ ഗീതാനന്ദം അവാർഡ്, പ്രശസ്ത തുള്ളൽ കലാകാരൻ പ്രഭാകരനും ഗീതാനന്ദം യുവ പ്രതിഭ പുരസ്കാരം തുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയ്ക്കും പത്മശ്രീ രാമചന്ദ്ര പുലവർ അവാർഡുകൾ നൽകി. വള്ളത്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം പരമേശ്വരൻ, ശ്രീജ, ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. സനൽ ഗീതാനന്ദന് സ്വാഗതവും കലാമണ്ഡലം നന്ദകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അതായത് തുള്ളൽക്കാരല്ലാത്ത കേരള കലാമണ്ഡലത്തിലെ എത്രയോ കുട്ടികളുണ്ട്, എത്രയോ അധ്യാപകരുണ്ട്. ഒരൊറ്റ ആളും ഇവിടെ കാണാനില്ല. പലപ്പോഴും കേരള കലാമണ്ഡലത്തിൽ വരുമ്പോൾ ഏത് പരിപാടിയാണ് ഉള്ളത് അതിലെ കുട്ടികളും അധ്യാപകരും മാത്രം ഉണ്ടാവും. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊരു സ്ഥാപനമൊക്കെ നടത്തുന്നത്? തുറന്നു ചോദിക്കുക, എത്ര കുട്ടികളുണ്ട് ഇവിടെ, എത്ര അധ്യാപകരുണ്ട്? അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നൂടെ? ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ വാർഡന്മാരില്ലേ, നോക്കാൻ ആളുകളില്ലേ? ഒരു നിറഞ്ഞ സദസ്സ് ഇവിടെ കൊടുക്കാൻ കുറ്റം പറയുകയാണെന്ന് വിജയിക്കരുത്, ആവർത്തിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ കുറച്ചധികം ഉണ്ടാവും, അതിലൊന്നും നിൽക്കുന്നില്ല. ഏതായാലും ഗീതാനന്ദൻ്റെ ശ്രീമതി ശോഭയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിലല്ല പുറത്ത് തുള്ളലിൻ്റെ ഒരു വലിയ ആരാധകരും അതുപോലെ തുള്ളൽ നടത്തുന്ന നല്ലൊരു വിഭാഗവും ആ കുട്ടിക്ക് പിന്നെ മോഹിനിയാട്ടം എല്ലാം ഉണ്ട്. എങ്കിലും ഗീതാനന്ദൻ്റെ കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വാട്ടർ ATM സ്ഥാപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വാട്ടർ ATM സ്ഥാപിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. 23-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇന്നിവിടെ ഈ ATM വാട്ടർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഇവിടെ വരുന്ന പൊതുജനങ്ങൾ, പാവപ്പെട്ടവരായ ഒരുപാട് പൊതുജനങ്ങൾ വരുന്ന ഒരു സർക്കാർ ഹോസ്പിറ്റലാണ് നമ്മുടെ കൊപ്പം ഹോസ്പിറ്റൽ. കൊപ്പം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തെയും നല്ലൊരു തുക തന്നെ കൊപ്പം CHSയിലേക്ക് നമ്മൾ എല്ലാ വർഷവും നൽകാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ ഈ ATM വാട്ടർ ATM ഇന്ന് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുപോലെ തന്നെ നമ്മൾ പരിധൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലും ഇത്തരത്തിലൊരു വാട്ടർ ATM സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് നമ്മുടെ ജനങ്ങൾക്കായി ഇന്ന് തുറന്നു കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് MC ആസിസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 2 കേന്ദ്രങ്ങളിൽ വാട്ടർ ATMകൾ സ്ഥാപിച്ചത്. 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ ATMൽ നിക്ഷേപിച്ചാൽ ഏതു നേരത്തും വെള്ളം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ ATMകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് KA റഷീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, ഷഫീന ഷുക്കൂർ, വസന്ത, BDO സരിത, രാംദാസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം, തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. വല്ലപ്പുഴ ചെറുകോട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. വീടുകളുടെ നിർമ്മാണോദ്ഘാടനം ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു. വല്ലപ്പുഴ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചെറുകോട് 1-ാം വാർഡിലെ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. പുലമുഖം തൊടി ഇബ്രാഹിം, ചോലയിൽ ശിവൻകുട്ടി എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു.
തറക്കല്ലിലെ ചടങ്ങ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു. വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു, KV ആയിഷത്ത് സുഫൈന, പറക്കാട് റഫീഖ്, ഹരിഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നെസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ T യൂസഫ്, കല്ലിങ്ങൽ ഹംസ, യമുന ദേവി, ഉണ്ണി, രാമകൃഷ്ണൻ, നാസർ, നൌഷാദ് കുറുവട്ടൂർ, സുബൈർ KT, PP നൌഷാദ്, CK ഹംസ, CK മുഹമ്മദ് അലി, PK ബഷീർ, CP യഹിയ, KP നൌഷാദ് അലി, CT അലി, VM ഇസ്മയിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് എല്ലാ അനുമോദനങ്ങളും എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പറയുന്നു. അതുപോലെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരും സഹായിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സുദിനത്തിൽ ഈ ഒരു പരിപാടിയുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. പഴയകാല ഓർമ്മകൾ പങ്കിട്ട് പെരിങ്ങോട് ഹൈസ്കൂൾ 1989 SSLC ബാച്ചിന്റെ സ്നേഹസംഗമം. ഞായറാഴ്ചയായിരുന്നു സംഗമം. തലമുറകൾക്ക് അക്ഷരവെളിച്ച പകർന്ന പെരിങ്ങോട് ഹൈസ്കൂളിന്റെ 1989 ബാച്ചാണ് വ്യത്യസ്തമായ രീതിയിൽ സംഗമം സംഘടിപ്പിച്ചത്. സ്നേഹസംഗമത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ പ്രൊമോ വീഡിയോയും കൂട്ടായ്മ പുറത്തിറക്കിയിരുന്നു. 1989 പെരിങ്ങോട്ടെ വിദ്യാലയ ജീവിതം അവസാനിപ്പിച്ചെങ്കിലും ഇക്കാലയളവിൽ 35 വർഷമായി ആ പഴയ 10ാം ക്ലാസ് കുട്ടികളുടെ സൗഹൃദം കെടാതെ തുടർന്നവരുടെ ഒത്തുചേരലാണ് ഞായറാഴ്ച നടന്നത്. 2009 സഹപാഠിയായിരുന്ന അനിതയുടെ മരണത്തോടെയാണ് ഈ കൂട്ടായ്മ നിലവിൽ വന്നത്. അന്ന് കൂടിച്ചേരലുകൾ പതിവായിരുന്നില്ല. പെരിങ്ങോട് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരുന്നു അത്. പിന്നീട് 2011, 13, 15, 17, 20 എന്നീ വർഷങ്ങളിൽ വീണ്ടും പഴയ കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് സൗഹൃദം പുതുക്കി. ഞായറാഴ്ച നടന്ന സംഗമം പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പവിത്രൻ KB അധ്യക്ഷനായി. അധ്യാപകരെ ആദരിക്കൽ, വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, അധ്യാപകരുടെ ആശംസാ പ്രസംഗം തുടങ്ങിയവ ഉണ്ടായി. ശ്വേത, ശ്രീനന്ദ, പ്രിയദത്ത സംഗീത എന്നിവർ സ്വാഗതഗാനം ആലപിച്ചു. KV റസാഖ് സ്വാഗതവും M സതീശൻ നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. 35ാം വർഷത്തിലെത്തുന്ന കൂട്ടായ്മയുടെ ഈ വർഷത്തെ സംഗമം വ്യത്യസ്തമാക്കണമെന്ന ചിന്തയെ തുടർന്ന് 7ാമത് സംഗമത്തിന്റെ ഭാഗമായി കൂട്ടായ്മ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പ്രമോ വീഡിയോ നവമാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ സഹപാഠികളായ അനിത, പുഷ്പാവതി, അജീബ്, മിനി AR, ബാലസുബ്രഹ്മണ്യൻ, ജബ്ബാർ, റാഫിഖ്, ഗാജ നിസാമുദ്ദീൻ എന്നിവരെ സ്മരിച്ചുകൊണ്ടാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. കരകപത്തൂരിൽ ഇരുവൃക്കകളും തകരാറിലായ മുസ്തഫയ്ക്ക് വേണ്ടി വടക്കേക്കര ജനകീയ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിൽ നിന്ന് 8118 ബിരിയാണി വിൽപ്പന നടത്തി കിട്ടിയ തുകയായ 8,11,800 രൂപ ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ വടക്കേക്കര ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ മുസ്തഫ ചികിത്സാ കമ്മിറ്റി കൺവീനർ ഹംസ ചോലക്കലിനെ കൈമാറി. ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ ഹംസ MK, മണികണ്ഠൻ, സുലു ബെസ്റ്റ്, ദിലീപ്, സനൽ, ജയേഷ്, ഷമീർ, ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വാരിയർ ഫൗണ്ടേഷൻ സിൽവർ ജൂബിലി ആഘോഷം ജനുവരി 31 കോതച്ചെറിയിൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സന്നദ്ധ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വാരിയർ ഫൗണ്ടേഷൻ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ജനുവരി 31 കോതച്ചിറയിൽ ആരംഭിക്കുന്നത്. വടക്കേ കോതച്ചിറ അത്രശ്ശേരിയിലെ WF കൈവല്യമാളികയിൽ രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പോടെ പരിപാടികൾക്ക് തുടക്കമാവും. വൈകിട്ട് 4 കണ്ണൻ നീലാംബരി, അമൃതശങ്കർ എന്നിവർ നയിക്കുന്ന ഗാനസന്ധ്യ, കോതച്ചിറ കേളകം ടീം അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് 5 കൈവല്യ ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനവും മ്യൂസിക്കൽ ഈവും സാംസ്കാരിക സദസ്സും നടക്കും. തുടർന്ന് വൈകിട്ട് 5
കൈവല്യ ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനവും മ്യൂസിക്കൽ ഈവും സാംസ്കാരിക സദസ്സും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 25 വർഷമായി കേരളത്തിന് പുറത്തുമായിട്ട് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വാരിയർ ഫൗണ്ടേഷൻ. അതിൻ്റെ 25ാം വാർഷികാഘോഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ വാരിയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ കോതച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വാരിയർ ഫൗണ്ടേഷൻ്റെ കൈവല്യ ഹോളിസ്റ്റിക് ലിവിങ് ആയുർവേദ വില്ലേജ്, അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന 31-ാം തീയതി നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് രാവിലെ ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ ആയുർവേദ വില്ലേജിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മ്യൂസിക്കൽ ഇവൻറ്റുമൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ, മലപ്പുറം ജില്ലയിലായി നിർധനർക്ക് ഒരുപാട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് വാരിയർ ഫൗണ്ടേഷൻ. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉന്നതരാക്കി മാറ്റി സ്വയം പര്യാപ്തരാക്കി തൊഴിൽ വാങ്ങിക്കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് വാരിയർ ഫൗണ്ടേഷൻ. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 1-ന് വാരിയർ ഫൗണ്ടേഷൻ സ്പോർട്സ് അക്കാദമിയിൽ വൈകിട്ട് 5 മുതൽ 8 മണി വരെ വോളിബോൾ ഫെസ്റ്റ്, ഫെബ്രുവരി 2-ന് കടക്കനാട് മുതൽ മുഴുവന്നൂർ വരെ ദീപശിഖ ഫ്ലാഷ് മോബ്, ഫെബ്രുവരി 3-ന് വൈകിട്ട് 6 മുതൽ 9 വരെ പരിസരവാസികളായ കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായ അഷ്റഫ് രാങ്ങാട്ടൂർ, ഗംഗാധരൻ വി, മോഹനൻ വി, മുഹമ്മദ് ഷാഫി MA എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ വാര്യർക്ക് ശേഷം നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഇൻചാർജ് ഡോക്ടർ മാധവൻകുട്ടി വാര്യരാണ് ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്ന് വിശിഷ്ടാതിഥിയായിട്ടുള്ളത് ഡോക്ടർ രാംകുമാർജിയാണ്. കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ രാംകുമാർജി. പിന്നെ കലാസന്ധ്യയിൽ നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായകൻ നമ്മുടെ എടപ്പാൾ വിശ്വനാഥൻ, അതുപോലെ തന്നെ വിവിധ ചാനലുകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള ഗായിക അമൃത ശങ്കർ, കണ്ണൻ നീലാംബരി തുടങ്ങിയ ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ള ആളുകൾ അന്ന് കലാസന്ധ്യയിൽ അവിടെ പങ്കെടുക്കുന്നു. അപ്പോൾ പൊതുവൊരു ഗ്രാമോത്സവം പോലെ ഈ ആഘോഷം കൊണ്ടാടാനാണ് നമ്മൾ തീരുമാനിച്ചത്. കക്കാട്ടിരി ഗവൺമെന്റ് GUP സ്കൂൾ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ തൃത്താല മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം 49.67 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്കൂളുകൾക്കും സർക്കാർ കോളേജുകൾക്കുമായി അനുവദിച്ചു നൽകിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാക്കിയ കക്കാട്ടിരി ഗവൺമെന്റ് GUP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിൽ 26 സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ തുക ലഭിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിൽ 6 സ്കൂളുകൾ പൂർത്തിയാവുകയും 7 നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ബാക്കി വരുന്ന 13 സ്കൂളുകൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. ആദ്യത്തെ വർഷം തന്നെ MLA എന്ന നിലയിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന്, ബജറ്റിൽ നിന്നല്ല, പ്ലാൻ ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകം സംസാരിച്ച് എൻ്റെ മണ്ഡലത്തിൽ വേറെ 4 സ്കൂളുകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഒന്നാമത്തേതായിട്ട് കക്കാട്ടിരി കൊടുത്തു. ബാക്കി 3 സ്കൂള് കക്കാട്ടിരി, അതിന് പുറമെ പരുതൂർ GLP സ്കൂൾ, അതുപോലെ കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ, GLPS മേനഴിയം, ഈ 4 പഞ്ചായത്തുകളുടെ 4 സ്കൂളുകളുടെ ആവശ്യം എഴുതി കൊടുത്തു. എഴുതി കൊടുത്തത് 6/7/2021, അതായത് ജൂലൈ 6-ന് 2021 തിരഞ്ഞെടുക്കപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ 5 മാസത്തിനുള്ളിൽ ഈ 4 സ്കൂളുകൾക്കും കൂടി 5 കോടി രൂപ സംസ്ഥാന സർക്കാർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി
പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ചു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സെബക്കത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ഷാജഹാൻ, വാർഡംഗങ്ങളായ എ പി സരിത, ഉണ്ണികൃഷ്ണൻ, കെ പി മുഹമ്മദ്, കൃഷ്ണൻ, ഷംസു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.